എറണാകുളം സെന്റ് റീത്താസ് സ്കൂളിലെ ശിരോവസ്ത്ര വിലക്കിൽ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. വിദ്യാർത്ഥിയെ പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ശിരോവസ്ത്രം ധരിക്കാൻ കുട്ടിക്ക് അനുമതി നൽകാനും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഭരണഘടനാ അവകാശം ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. രമ്യതയിൽ പരിഹരിച്ച വിഷയം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഊതി കത്തിക്കുകയാണെന്ന് സ്കൂൾ അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു പറഞ്ഞു. കുഞ്ഞിൻ്റെ മാതാപിതാക്കളും അതിന് റെഡിയായി നാളെ മുതൽ സ്കൂളിൽ അത്തരത്തിലൊരു സമീപനത്തിന് തയ്യാറാണെന്ന് പത്രമാധ്യമങ്ങളിലൂടെ അച്ഛൻ അറിയിച്ചിട്ട് പോലും വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് ഇതിനെ ഓവർ റൈഡ് ചെയ്ത് ഇത്തരത്തിലൊരു ഓർഡറിലേക്ക് പോയതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. മാത്രമല്ല, സ്കൂൾ മാനേജ്മെന്റിന് ഇതുവരെ ഇത്തരത്തിലൊരു ഓർഡർ കൈപ്പറ്റിയതായിട്ട് സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, വിഷയത്തെ സംബന്ധിച്ച് സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നു. എന്താണ് അവർ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടതിനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? വിവരങ്ങൾ. അതിന് ഈ പള്ളുരുത്തിയിലെ സ്കൂളിലെ ഈ ഒരു വിവാദത്തിൽ സെന്റ് റീത്ത സ്കൂളിലെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് വിമല ബിനു ആണ് ആ മാധ്യമങ്ങളുമായി അവരുടെ നിലപാട് അറിയിച്ചത്. അതായത് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്, ആ മതസ്വാതന്ത്ര്യം അനുസരിച്ച് അതിനെ മൗലികമായ അവകാശമായി കാണണമെന്നും ഈ വിഷയം കൃത്യമായി പരിഹരിച്ച് നാളെ 11 മണിക്ക് മുൻപായി കൃത്യമായി സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ കൃത്യമായ നിലപാട് അറിയിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഈ കുട്ടിക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്. അതിന്റെ നിറം അല്ലെങ്കിൽ അത് ഏത് രീതിക്ക് വേണമെന്ന് സ്കൂളിന് തീരുമാനിക്കാം, അത് യൂണിഫോം പോലെ തന്നെ തീരുമാനിക്കാമെന്നും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത് ഈ സ്കൂൾ മാനേജ്മെന്റും അവിടുത്തെ വിദ്യാർത്ഥി തമ്മിലുള്ള വിഷയമാണ്. അത് കൃത്യമായി ഇവരുടെ മാതാപിതാക്കളുമായി ഈ പ്രശ്നം പരിഹരിച്ചിരുന്നു. പക്ഷെ അതിന് പിന്നാലെ ഈ വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു അഭിപ്രായം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നും ആണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ തന്നെ ഇപ്പോൾ നിലവിലൊരു കേസ് പരിഗണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെന്നതാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ അഭിഭാഷക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.